ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അമ്രോ ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. അപ്പോൾ എന്തായിരിക്കും ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു ബൈക്ക് ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നെന്ന് വിചാരിക്കുന്നുണ്ടാവും. മറ്റൊന്നുമല്ല സുഹൃത്തുക്കളെ, കാരണം ഞാനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു ലോങ് റൈഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ലോങ് റൈഡ് എന്ന് വെച്ചാൽ ഒരു 1000 കിലോമീറ്റർ ഉള്ളൊരു റൈഡാണ്. അപ്പോൾ ആ റൈഡിന് എന്തൊക്കെയാണ് എൻ്റെ വാഹനത്തിന് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ലോങ് ട്രിപ്പ് പോകുമ്പോൾ തയ്യാറെടുപ്പുകൾ എടുക്കേണ്ടത്? വണ്ടിയിലേക്ക് വരുന്നതിന് മുന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് പേപ്പറുകൾ. എന്തൊക്കെ പേപ്പറുകളാണ് വെക്കേണ്ടത്? ഇപ്പോഴും പല ആളുകൾക്ക് എന്തൊക്കെ പേപ്പറുകളാണ് വെക്കേണ്ടത്, വണ്ടിയിൽ സൂക്ഷിക്കേണ്ടത് എന്ന് ആർക്കും തന്നെ അറിയത്തില്ല. അപ്പം ഫസ്റ്റ് ആയിട്ട് നമ്മൾ വെക്കേണ്ട പേപ്പർ എന്ന് വെച്ചാൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ RC, 2 ഇൻഷുറൻസ്, 3 പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്. ഈ 3 തരത്തിലുള്ള പേപ്പറുകളാണ് നമ്മൾ കൈവശം വെക്കേണ്ടത്. പ്രൈവറ്റ് വെഹിക്കിളിൻ്റെ ഉള്ളിൽ വെക്കേണ്ട പേപ്പറുകളാണ് ഈ 3 തരം പേപ്പറുകൾ. ടാക്സിൻ്റെ കാലാവധി RCയിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടാക്സിൻ്റെ പേപ്പറും നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് വെക്കണം, പിൻ ചെയ്ത് വെക്കണം. ഈ വണ്ടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലോങ് ട്രിപ്പ് ചെയ്യുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ മാറ്റേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ക്ലച്ച് കേബിൾ ഉണ്ടല്ലോ, ഈ ക്ലച്ച് കേബിൾ മാറ്റണം. പിന്നെ ആക്സിലേറ്റർ, പ്രധാനമായിട്ടും ആക്സിലേറ്റർ, ഇത് പൊട്ടാൻ വളരെയധികം സാധ്യതയുള്ള കേബിളുകളാണ് ഈ ആക്സിലേറ്ററും ക്ലച്ച് കേബിളും. പിന്നെ നമ്മൾ മാറ്റേണ്ടത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ എൻജിൻ ഓയിൽ നിർബന്ധമായിട്ട് നിങ്ങൾ മാറ്റിയിരിക്കണം. ഒരു ട്രിപ്പ് പോകുന്നത് മുന്നോടിയായിട്ട് ഒരു ദിവസം മുന്നെയോ 2 ദിവസം മുന്നെയോ എൻജിൻ ഓയിലുകൾ നിങ്ങൾ മാറ്റണം. പിന്നെ നമ്മുടെ ചെയിൻ, മെയിൻ നിറഞ്ഞ സാധനം ചെയിനാണ്, ആ ചെയിൻ മാറ്റിയിരിക്കണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന വയറിംഗ് കിറ്റ് മാറ്റിയിരിക്കണം. അതുപോലെ തന്നെ ലൈനർ, ബ്രേക്കിൻ്റെ ലൈനറുകൾ മാറ്റണം. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ലൈനറുകൾ മാറ്റണം. അത് ഫ്രണ്ടിലുള്ളതുപോലെ തന്നെ വയറിങ്ങും ലൈനറും ബാക്കിലും വരുന്നുണ്ട്, ആ ബാക്കിലെയും മാറ്റണം നമ്മൾ. എന്നാൽ മാത്രമേ ഈ വണ്ടി സ്മൂത്തായിട്ട് നമുക്ക് പോവുകയുള്ളൂ. ഓക്കെ. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കാർപ്പറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നാൽ നമ്മൾ കാർപ്പറ്റ് ക്ലീൻ ചെയ്തിടണം. കാർപ്പറ്റ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മിസ്സിങ് വരാൻ സാധ്യതയുണ്ട്. തണുപ്പത്തൊക്കെ ചിലപ്പോൾ വണ്ടി കയറാത്തൊരവസ്ഥ വരും. അപ്പോൾ വണ്ടി പെട്ടെന്ന് സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കാർപ്പറ്റുകൾ ക്ലീൻ ചെയ്യണം. പിന്നെ മെയിനായിട്ട് പറയുന്ന സാധനം ഈ ഓയിൽ ചേഞ്ച് മാറ്റാതെ ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി എടുക്കരുത്. വണ്ടി നിർബന്ധമായിട്ട് മാറ്റേണ്ട ഒരു കാര്യം തന്നെയാണ് ഓയിൽ ചേഞ്ച് മെയിൻ കാര്യം തന്നെയാണ്. പിന്നെ അങ്ങനെ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഒരു വാഹനം അല്ലെങ്കിൽ ഒരു യാത്ര പോകുമ്പോൾ തയ്യാറെടുക്കേണ്ട മെയിൻ കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ ടയർ വരുന്നത്, ടയർ ഇല്ലെങ്കിൽ ടയർ മാറ്റണം. പുതിയ ടയറുകൾ നോക്കിയിട്ട് വേണം നമ്മൾ പോകാൻ. ഫ്രണ്ടിൽ അത്യാവശ്യം എൻ്റെ ടയറുണ്ട്, അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ടില്ല. അപ്പോൾ ഫ്രണ്ടിലും നിങ്ങൾ ടയർ മാറ്റണം, 2 ടയറുകളും നിങ്ങൾ മാറ്റണം. അപ്പോൾ ഇത്ര പോലത്തെ കാര്യങ്ങളാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഒരു ലോങ് റൈഡ് അടിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. വണ്ടി വഴിയിൽ നിന്ന് പണിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു റൈഡറാണെങ്കിൽ, ഒരു ബൈക്ക് റൈഡറാണെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പം ഈ വീഡിയോ ഇതോടെ അവസാനിക്കുന്നു. ഇറ്റ്സ് മീ സൻ ലാംബ്രോ.